ഇന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തിയ ഒരു ഇടതുപക്ഷ CPM വിരുദ്ധ വേട്ടയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് കിടക്കാം. ഇന്ന് എല്ലാ ചാനലുകളും പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം എന്നാണ് പ്രധാനപ്പെട്ട കാർഡ് ഇറക്കിയത്, ഹെഡിങ് കൊടുത്തത്. മുഖ്യമന്ത്രിക്കും മകൾക്കും ഏതെങ്കിലും ആശ്വാസക്കുറവുണ്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഇവരാരെങ്കിലും എന്തെങ്കിലും ആശ്വാസം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കോടതിയെ സമീപിച്ചോ? എന്നാൽ ഈ കേസ് കൊടുത്ത പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട MLA അവർക്ക് തിരിച്ചടി, അവർ കൊടുത്ത കേസ് നിരുപാധികം തള്ളുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചടി അല്ലെങ്കിൽ മാത്യു കുഴൽനാട് തിരിച്ചടി എന്ന കാർഡല്ല നിങ്ങൾ ഇറക്കിയത്. മുഖ്യമന്ത്രിക്കും വീണയ്ക്കും അവരുടെ പടമൊക്കെ വെച്ച്, ആകർഷകമായ പടം വെച്ച് ആശ്വാസം ആശ്വാസം അതിവിടെ ഇരിക്കട്ടെ. വിജിലൻസ് കോടതികളെല്ലാം തള്ളി, തിരുവനന്തപുരം തള്ളി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി, കോട്ടയം കോടതി അതിൻ്റെ റിജക്റ്റ് ചെയ്തു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിശദമായി വാദം കേട്ടു. സിംഗിൾ ബെഞ്ചിലേക്ക് കേസ് നിൽക്കൂ, ഹൈക്കോടതി വിശദമായി വാദം കേട്ടു. അതിനുശേഷം എല്ലാ പരിശോധനയും നടത്തി, അമിക്കസ് ക്യൂറിയെ വെച്ച് പരിശോധിച്ച് അവസാനം നിഷ്കരുണം തള്ളി. എന്നിട്ട് പറഞ്ഞു ഇത് വെറും ആരോപണങ്ങളാണ്, ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, പക്ഷെ വസ്തുതകളാണ് വേണ്ടത്. ഒരു അന്വേഷണം നടത്താൻ കുറച്ചെങ്കിലും വസ്തുത മതി, പിന്നെ അന്വേഷണം നടത്തുമ്പോഴാണ് മറ്റു വസ്തുതകൾ കണ്ടെത്തുന്നത്, തെളിവുകൾ കണ്ടെത്തുന്നത്. ഒരു അന്വേഷണം നടത്താൻ പോലുമുള്ള തെളിവിന്റെ കണിക പോലുമില്ല, വസ്തുതകളുടെ കണിക പോലുമില്ല, ഫാക്സിന്റെ ഒരു അടിത്തറ പോലുമില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് വിജിലൻസ് കോടതികൾ തള്ളിയത്. ആ ഉത്തരവിനെ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് സുപ്രീം കോടതിയാണ്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഈ അവസാനം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഫാക്സ് മാത്യു കുഴൽനാടനോ കോൺഗ്രസിനോ കിട്ടുകയാണെങ്കിൽ ഇനിയും വിജിലൻസ് കോടതിയെ സമീപിക്കാമെന്നാ പറഞ്ഞേ. അപ്പൊ സുപ്രീം കോടതിയിലേക്കുള്ള വാതിലും അടയ്ക്കപ്പെട്ടു. സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ സുപ്രീം കോടതി എന്നാ പറഞ്ഞേ? നിങ്ങൾ ഇതുവരെ ഹാജരാക്കിയ ഒരു ഫാക്സും ഇല്ല, കൺകറന്റ് ഫൈൻഡിങ് വന്നിരിക്കുന്നു വിജിലൻസ് കോടതികളുടെ, ഹൈക്കോടതിയുടെ. അതിലൊന്നും ഫാക്സിന്റെ ഒരു കണിക പോലും ഇല്ല, ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ആരോപണം ആർക്കും ഉന്നയിക്കാം, ആർക്കെതിരെ ഉന്നയിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ഫാക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് വിജിലൻസ് കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് സുപ്രീം കോടതിയുടെ വാതിലും അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് പ്രതിപക്ഷത്തിന് തിരിച്ചടി എന്നൊരു വാക്ക് കൊടുക്കാതെ നിങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചടിയോ എന്നുള്ളതാണ്. പിന്നെ ഈ ആശ്വാസം, ഇപ്പൊ ഇംഗ്ലീഷിൽ റിലീഫ് എന്ന് പ്രയോഗിക്കും. ഇപ്പോൾ റഫാൽ കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോ നരേന്ദ്രമോദിക്ക് റിലീഫ് അല്ലെങ്കിൽ ആശ്വാസം എന്നല്ലേ വാർത്ത വന്നത്? അത് സ്വാഭാവികമാണ്, അതൊരു പത്രഭാഷയാണ്. അതല്ലാതെ ഇപ്പോൾ ഒരു ആശ്വാസം എന്നുള്ള വാക്ക് നിങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ള എന്തോ ഗൂഢാലോചനയാണെന്ന് വിചാരിക്കേണ്ട. അതൊരു സാധാരണ പത്രഭാഷയാണ്, അതിന് വലിയ സംഭവമൊന്നുമല്ല. ആ പത്രഭാഷ മര്യാദകേടിന്റെ കൂടി ഭാഷയാണ്. കാരണം പ്രതിപക്ഷം കൊടുത്ത ഹർജി, കുഴൽനാടൻ കൊടുത്ത ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം കിട്ടാൻ എന്തായാലും അവർ കൊടുക്കൂലല്ലോ. മുഖ്യമന്ത്രിക്ക് ആശ്വാസം ജീവിതകാലം മുഴുവൻ കിട്ടാതിരിക്കാനും മകൾക്കും കുടുംബത്തിനും കിട്ടാതിരിക്കാനാണ് കൊടുത്തത്. അത് വരുമ്പോൾ ആ ഒരു പ്രയോഗത്തെയാണ് ഞാൻ വിമർശിച്ചത്. പിന്നെ ആദായ നികുതി വകുപ്പ്, FSIO, ED, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, 4 കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ, 3 സംസ്ഥാനം, കേരളം, കർണാടകം, ഡൽഹി, കേസുകളുടെ വലിയ നൂലാമാലകൾ ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഏത് കേസിലാണ് ഒരു തെളിവിന്റെ കണിക? ഏത് കേസിലാണ് മുഖ്യമന്ത്രിക്ക് മകൾക്കോ എതിരെ, കുടുംബത്തിനെതിരെ ഒരു പരാമർശം? ഏതെങ്കിലും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാമർശം? അന്വേഷണം നടക്കുന്നു, ചോദ്യം ചെയ്യൽ, ഇടയ്ക്ക് ഇലക്ഷൻ വരുന്നോ ഒരു ചോദ്യം, ഉപതെരഞ്ഞെടുപ്പ് വന്നോ ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യൽ, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. എല്ലാം പൊളിഞ്ഞ് പാളീസായിട്ടും ഇനി എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നാ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആശ്വസിച്ചോട്ടെ, വീണ്ടും വീണ്ടും ആശ്വസിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല. ഇവിടെ ഏതെങ്കിലും ഇല്ലീഗൽ കോടതിയുടെ പരാമർശമാവട്ടെ, മറ്റ് ഏജൻസികളുടെ അന്വേഷണമാവട്ടെ, അതോടെ നിൽക്കട്ടെ. ഇവിടെ ഉന്നയിക്കപ്പെട്ട മൗലികമായ ഒരു വസ്തുതയുണ്ടല്ലോ. ഒന്ന്, വീണ തൈക്കണ്ടിയിൽ എന്ന സംരംഭകയ്ക്ക് 1,72,00,000 രൂപ കിട്ടിയിട്ടുണ്ട്, CMRL കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വസ്തുതയാണ്. അക്കൗണ്ട് വഴി വന്ന പേയ്മെന്റ് ആണ്, അതിന് നികുതിയും ഒടുക്കിയിട്ടുണ്ട്. ഈ പേയ്മെന്റ് CMRL എന്ന കമ്പനി സേവനത്തിന് വേണ്ടി കൊടുത്തതാണ് എന്നാണല്ലോ രേഖ, അതല്ലെങ്കിൽ അവരുടെ ക്ലെയിം. അത് ഏത് സേവനം? അങ്ങനെ പ്രതിമാസം 5 ലക്ഷം രൂപ വാങ്ങി കൺസൾട്ടൻസി സേവനം കൊടുക്കാൻ മാത്രമുള്ള കോമ്പിറ്റൻസ് ഒരു ഒറ്റ ഓണർ കമ്പനിയായ ഈ എക്സാലോജിക്കിന്റെ ഉടമയായ വീണയ്ക്ക്, അവരുടെ എക്സ്പെർട്ടൈസും അവരുടെ എന്താ പറയുക, അവരുടെ പഴയകാല വർക്കുകളും ഒക്കെ വെച്ച് നമുക്കങ്ങനെ സാമാന്യമായി ഇവർ ഇതിന് കോമ്പിറ്റന്റ് ആണ് എന്നുള്ള ഒരു, നിങ്ങൾക്കത് ബോധിപ്പിക്കാൻ കഴിയുമോ സമൂഹത്തെ? അല്ല അഭിലാഷേ, ഈ അവിയൽ പരുവത്തിൽ ചോദിക്കരുത്. ഒന്നെങ്കിൽ FSIOന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമ്പനീസ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ പ്രകാരം ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച ഏതെങ്കിലും, ഞാൻ പറയാം, ഒരു മിനിറ്റ് തന്നാ മതി. അല്ല കാതൽ അതല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ച ഇന്ന്
പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ പ്രകാരം, അതായത് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി തള്ളിയ കേസാണ്. അതൊക്കെ അങ്ങ് മാറ്റിവെച്ചോ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇന്നതാണെന്ന് ചോദിക്കല്ലേ. ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച 50 പേജുള്ള വിധിന്യായം ചർച്ച ചെയ്യാനല്ലേ നമ്മൾ ഇരിക്കണേ. ആ വിധിന്യായത്തിൽ എന്താ പറഞ്ഞേ? ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL-ന് ബെനിഫിറ്റ് കിട്ടാൻ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയെ സ്വാധീനിക്കുകയോ മുഖ്യമന്ത്രിയോ മകളോ ഇടപെടുകയോ ഇല്ലീഗൽ ഗെയിനോ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇൽമിനേറ്റ് KMRL-ഉം CMRL-ഉം ആ ഇൽമിനേറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഇടപെടലോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മോളോ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ? ഈ 2 ചോദ്യമാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി ശ്രീ മാത്യു കുഴൽനാടനും കളമശ്ശേരി സ്വദേശിയും കോടതിയെ സമീപിച്ചത്. എന്താ പറഞ്ഞേ? ഒരു തെളിവുമില്ലാതെ കുറെ ആരോപണം. ആ വസ്തുതകൾ വെച്ച് ഹൈക്കോടതി പറഞ്ഞു ഒരു തെളിവില്ല. മുഖ്യമന്ത്രിക്ക് ഒരു റെപ്രസെന്റേഷൻ കിട്ടുമ്പോൾ അത് ഉചിതമായ തീരുമാനം എടുക്കുക എന്ന സാമാന്യമായി മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്ന കാര്യം മാത്രം ചെയ്തു. ഒരു ഘട്ടത്തിൽ പോലും ഖനനാനുമതി LDF ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. 2001 മുതൽ കൊടുത്ത UDF ആണ്. എല്ലാ തരത്തിലും ഇതിനെ ഒത്താശ ചെയ്ത് UDF ആണെന്ന് കൃത്യമായി ഡേറ്റ സഹിതം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു തരത്തിലും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ഒരു വകുപ്പും വരാതെ, ഒരു തെളിവുമില്ല, ഒരു ഡേറ്റയും ഇല്ലാതെ ആ കേസ് നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത്, താങ്കൾ ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് കമ്പനീസ് കാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്ത് സേവനമാണ്? ആദ്യം പറഞ്ഞു പണം വാങ്ങിച്ചു, ഒരു ബാങ്ക് വഴിയൊന്നും അല്ല, അങ്ങ് പണം കൊടുത്തു. ലാസ്റ്റ് പറഞ്ഞു ബാങ്കിൽ നിന്നാണ്. 2 GST അടച്ചില്ല. 3 കരാറില്ല. ഇതെല്ലാം പൊളിഞ്ഞു പാളിസായില്ലേ? പൊതുസമൂഹത്തിലെല്ലാം ഉണ്ടോ? എന്ത് സേവനമാണോ എന്ത് കരാറാണോ അത് കമ്പനികാര്യ വകുപ്പ് നോക്കിക്കോളും. FSIO ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണം എന്നല്ലേ ആദ്യം പറഞ്ഞേ? ആദ്യം 1 മാസം, പിന്നെ 3 മാസം. അതൊക്കെ 2024 മാർച്ചിൽ എല്ലാ അന്വേഷണവും FSIO തീർന്നമായിരുന്നല്ലോ. ഇപ്പൊ 2025 മാർച്ചായല്ലോ. എവിടെയായി അന്വേഷണ റിപ്പോർട്ട്? ഒന്നുമില്ല, ഒരു കഴമ്പുമില്ല. അപ്പൊ എല്ലാം പളിഞ്ഞ് പോലീസ് ആകുമ്പോ പിന്നെ UDF-നും BJP-ക്കും CPM-നെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിക്കുമ്പോ ഒരാശ്വാസം എന്നല്ല, പ്രതിപക്ഷം പൊളിഞ്ഞ് പാളിസായിരിക്കുന്നു, തോറ്റു തുന്നം പാടിയിരിക്കുന്നു. ഇനി സുപ്രീം കോടതി പോലും നിയമപരമായി പോകാൻ പറ്റാത്ത സാഹചര്യം. നിങ്ങൾ ആദ്യം തെളിവ് കൊണ്ട, ഡേറ്റ കൊണ്ട, ഫാക്സ് കൊണ്ട ആരോപണങ്ങൾ നിർത്തും. ശരി, ഓക്കെ.